വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു ഫാനാണ് കേട്ടോ. ഇതിലൂട്ടിന് കുറേ ദിവസമായി ഒരു കേടുവന്ന ഫാനും വെച്ചിട്ട് ഇങ്ങനെ ഓണാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതാ ഇക്കൊന്ന് അവനക്ക് വാങ്ങിച്ചു കൊടുത്തു തന്നെ കേട്ടോ. അതിനുശേഷം ഇതാ ഞാൻ നേരെ കിച്ചണിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ട് ഒന്ന് പുറത്ത് വെക്കുന്നുണ്ട്. സവോളയും അതുപോലെ തന്നെ ഇതെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, പിന്നെ ഇത് മുളക്, തക്കാളി, 2 സവോള, അത്ര മതി കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ ഇല്ലേ കഴുകി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അപ്പോൾ കുഞ്ഞൻ പീസാണ് കേട്ടോ. ഓൾറെഡി നമ്മൾ കറിക്കും വേണ്ടിയിട്ട് വാങ്ങിച്ചു തരാം. പിന്നെ നമുക്ക് അത്ര മതി ഈ 3 പേർക്ക് കഴിക്കാനല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള സവോള, അപ്പോൾ ഞാൻ കുറച്ച് സവോള മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് സാലഡിനും വേണ്ടിയിട്ടുള്ളത് ഒരിത്തിരി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇതില്ലേ മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളി, മുളക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്കില്ല ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എളുപ്പത്തിലാക്കാൻ പറ്റുന്നതും എന്താ പറയുക സിമ്പിൾ എന്നൊക്കെ പറയില്ലേ, ഇത്രയും സിമ്പിളായിട്ടുള്ള വേറെ സംഭവം ഉണ്ടാവില്ല. എന്നിട്ട് കുരുമുളക് പൊടി നല്ലോണം ഇട്ടിട്ടുണ്ട്. അത് പിന്നെ ബിരിയാണിക്ക് ചിലവരെ അങ്ങനെ ഇടുള്ളൂ കേട്ടോ, പക്ഷേ ഞാനിടലുണ്ട്. കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ബിരിയാണി മസാല ഇല്ലേ, ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇത്രയും സാധനം ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനിയില്ല ഈ മുളകിനെ ഞാനൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഇത് ക്രഷ് ചെയ്തിട്ടുള്ള ആ മുളകില്ലേ അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബാലൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് സലാഡിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മാറ്റി വെച്ചിന്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട, അടച്ച് വെക്കുക, നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് എണ്ണയും വെളിച്ചെണ്ണ ഒന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനിയില്ലേ അതാത് സാധനങ്ങളില്ലേ അതാത് സ്ഥലത്തോട്ട് കൊണ്ടുവച്ച് പെട്ടെന്ന് തന്നെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. ഇനിയിപ്പം ബാക്കി അവശേഷിച്ചിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വെക്കാം കേട്ടോ നമുക്ക്. ഇനി അടുത്തായിട്ടില്ല നമുക്ക് നെയ്ച്ചോറ് വെക്കണം കേട്ടോ. അതിനും വേണ്ടിയിട്ട് അതും എളുപ്പ പണിയാണ് കേട്ടോ. ഇങ്ങനെ ഉടായിപ്പ് പണി എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അത് നമുക്ക് ചെയ്യാം. നെയ്ച്ചോറിനും വേണ്ടിയിട്ട് എന്തെടുക്കണം, നെയ്ച്ചോറ്റരിയല്ലേ, അതാ നെയ്ച്ചോറ്റരി ഞാൻ 2 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് മതിയാവും നമുക്ക്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലിച്ചപ്പിൻ്റെയും പുതിനച്ചപ്പിൻ്റെയും ഒക്കെ ചപ്പുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇനി ലാസ്റ്റ് ക്ലീൻ ചെയ്യാം. വെള്ളം ചൂടാക്കാൻ വെച്ച് ജലദോഷമാണ് എല്ലായിടത്തിനും. എക്സാമും ആണ്, അതിൻ്റെ ഇടക്ക് നല്ല ജലദോഷം. നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള നിലക്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ടില്ലേ ഇതിൻ്റെ അകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഈ വക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഓയിലില്ലേ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബാക്കി പറഞ്ഞുതരാം. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒറ്റ വിസിലും അടിക്കുക. പിന്നെ രണ്ടാമത്തെ വിസിൽ വരൂലേ, ആ ഒരു സമയം ആകുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഫസ്റ്റ് വിസിലിന് നല്ല തീയിൽ തന്നെ വെച്ചിട്ട് കൊടുക്കുക. രണ്ടാമത്തതാകുമ്പോഴേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറും കിട്ടും. ഇവിടെ ഇതാ നമ്മുടെ ചിക്കന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും ഇതാ നമ്മുടെ കൗണ്ടർ ടോപ്പ് വീണ്ടും ഇങ്ങനെ പരന്നാറാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് അതാത് സ്ഥലത്തേക്ക് വീണ്ടും ഒന്ന് കൊണ്ടുവെക്കുക കേട്ടോ. അപ്പം നമ്മളത് അത് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ആയിട്ടില്ല. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൂടി കാണിച്ചു തരാം കേട്ടോ. വാ ചിക്കൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ കേൾക്കുന്നുണ്ടോ അറിയില്ലായിരുന്നു കേട്ടോ. ചിക്കൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുക്കാന്ന് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഈ ഒരു എയർ പോയിക്കോട്ടെ. ഇനിയില്ലേ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനിതാ നേരത്തെ കൊണ്ടുവച്ചിട്ടുള്ള നമ്മുടെ പ്ലേറ്റ്, കത്തി, കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ആ ഒരു മസാല ഇല്ലായിരുന്ന അതില്ലേ ആയിട്ടുണ്ടേനു കേട്ടോ. ഇനിയിപ്പോൾ അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഞാനിങ്ങനെ ചെയ്യലുണ്ട്, പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടേനു. ഇപ്പം കുറച്ചായിട്ട് പിന്നെ ചിക്കൻ ബിരിയാണി ഞാൻ ആക്കലില്ലല്ലോ. അപ്പോൾ ഇതാ കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി മസാലേൻ്റെ അകത്ത് ചിക്കൻ്റെ ആ ഒരു ഇത് മാത്രമേ നെയ്യേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ടല്ലോ. പിന്നെ ഇതാ ചിക്കൻ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ അടപ്പിൻ്റെ അകത്തേക്ക്. വേറൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിന് ശേഷം ഇതിനില്ലേ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴുള്ള 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ ചിക്കൻ്റെ അകത്തേക്ക് ഇതിൻ്റെ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. രണ്ടാമത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പിടിക്കൂലേ, അത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റും ഉണ്ടാവും, പിന്നെ പുറത്ത് അത്യാവശ്യം ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ആക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചീറ്റലും പൊട്ടലും ആകെ മൊത്തം ബഹളമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രേവി മസാല ഗ്രേവി പോലെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക കേട്ടോ. ഇനി ഇതിനൊന്ന് നമുക്ക് പിന്നെ സംഭവം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. മസാലേൻ്റെതായ ഒരു രൂപത്തിലേക്ക് എത്തിക്കണ്ടേ, അതൊന്ന് ചെയ്യുക കേട്ടോ. ഇക്ക എന്താ എടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ. എന്താ പരിപാടി? മുട്ട അടിച്ചിന് കേട്ടാ. മുട്ട അടിച്ച എന്തിനാന്ന് പറയണാ, പറയട്ടെ. പത്തെല്ലാം കഴിഞ്ഞാ സംഭവം എല്ലാം മുരിഞ്ച് വന്നു തോന്നുന്നു. ഞാൻ ഇക്കാൻ്റെ അടുത്ത് പോയിട്ട് വെസ്റ്റ് കരിഞ്ഞ് കുറച്ച് കുഴപ്പമില്ല, നമുക്ക് മസാലയും വെച്ചിട്ട് അഡ്ജസ്റ്റേക്കാം. അതില്ല, ഞാൻ ഇക്കാൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് വർത്താനം പറഞ്ഞു ഇരുന്ന്. അതാണ് എൻ്റെ കുഴപ്പം. ഈ ഒരു സംഭവം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെടുത്തിട്ട് അപ്പാട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ല, അപ്പം നമുക്കുള്ള ആ എണ്ണ അതിൻ്റെ അകത്ത് കിട്ടും. ആ എണ്ണേൻ്റെ അകത്തും ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നതുകൊണ്ട്, ആ പൊരിച്ച ഫ്ലേവറും കൂടി വരുന്നതുകൊണ്ട് ഈ സംഭവം വീണ്ടും ഒന്നുകൂടി ടേസ്റ്റ് ആവും കേട്ടോ. ഞാൻ വിളിച്ചതിനു കേട്ടാ, വിളിച്ചപ്പം പറഞ്ഞ എൻ്റെ കോപ്പിറൈറ്റ് നോക്കിയേ ഇല്ല. എന്നാ ബിസ്മി, ഉപ്പ് നല്ല ചൂടുണ്ട്. ഉപ്പുണ്ടാ എന്തെങ്കിലും വേണോ? കുറവുണ്ട്. ദമ്മിടുന്നതിന് മുമ്പ് നമ്മളെ ടെസ്റ്റർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതല്ല ചട്ടിയിലിട്ടിട്ട് ഫസ്റ്റ് എപ്പോഴുള്ള പഠിപ്പാന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് നീ പറ ബിസ്മി. ഇതുണ്ടോ, അത് പറ്റീന് കേട്ടോ. മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന കേട്ടോ, നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി ദമ്മിടാം കേട്ടോ. ദമ്മിടുന്നത് ഞാൻ എന്താ നമ്മുടെ ഈ സംഭവം കണ്ട നല്ല ഭംഗിയിൽ വന്നിട്ടില്ലേ. ദമ്മിടുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം കഴിഞ്ഞ വീഡിയോയിലും ഒക്കെ ഞാൻ ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ബോറടിപ്പിച്ച് വലിച്ചടക്കണ്ട. ഉപ്പാനെ വിളിക്കലോ എന്നിട്ടൊക്കെ നല്ല രസമുണ്ടല്ലേ, നമ്മളെ കയ്യിന് മസാജ് ചെയ്യണ പോലെ ഉണ്ട്. യൂട്ടി എവിടെയാണ് കേട്ടാ, ഞാൻ പറയാൻ മറന്നു പോയതേനു. യൂട്ടി ഇല്ലാഞ്ഞിട്ട് ശരിക്കും വ്ലോഗ് രസം ഉണ്ടാവില്ല. ഇലുവിന് ഫാനാ, ഇതാ ഫാനാ. ഇവിടെ ലൈമല്ലേ. അങ്ങനെ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ വേണ്ട, നമുക്ക് വേറൊരു ദിവസം എടുക്കാം. നമുക്ക് വേറെ ഒരു ഐറ്റം ഉണ്ടാക്കണം.
ഇപ്പം തൽക്കാലം വാഴയില പോലെയുള്ള പ്ലേറ്റിൽ നിന്നിട്ട് അഡ്ജസ്റ്റ് ആക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സലാഡെല്ലാം ആക്കിയിരുന്നു കേട്ടാ. ഇക്കാക്ക് വാഴൻ്റെ ഇലയിലുള്ള ഇത് ഭയങ്കര ഇഷ്ടമാണ്, എന്താ പറയുക, ബിരിയാണി. അപ്പം അതിന് ഇത് കണ്ടപ്പം വാഴൻ്റെ ഇല കട്ട് ചെയ്തിട്ട് വരണമെന്ന്. അപ്പം ഇതാ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ കേട്ടാ. കണ്ടാ ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ വേറെ കളറല്ലേ, എനിക്ക് തോന്നുന്നാൽ ലൈറ്റിൻ്റെ ആയിരിക്കും. ചൂനും എല്ലാവർക്കും ചുമയൊക്കെ ഉള്ളത് കൊണ്ട് ചൂടുവെള്ളം കുടിക്കലാന്ന് കേട്ടാ. ശരിക്കും ചൂടുവെള്ളം കുടിക്കാൻ എനിക്ക് മടിയാണ്. സൗണ്ട് ഇപ്പൊ പതിവ് പോലെ തന്നെയാണ് കേട്ടോ. എപ്പോഴും ഒരു ഇത് എല്ലാ ദിവസങ്ങളും ഇങ്ങനെ ഇരിക്കുമല്ലേ നമ്മൾ അവസാനിപ്പിക്കലേ? എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും. അച്ചാറെടുക്കാൻ വിട്ടുപോയിന്. ഇച്ചു എടുത്തിട്ട് വരുവാ. ഇച്ചുവിൻ്റെ ഒരു ഭ്രാന്ത് കാണിച്ചാ മാറ്റി കാണിച്ചേ. ഇതെന്റെ പറ്റിയ തെറ്റന്നെ. ഇങ്ങനെ ദോശ പൊറോട്ട നാളൊക്കെ ഉണ്ടായി തന്നിട്ട്. ഇന്നത്തെ വീഡിയോ വേണ്ടപ്പോഴാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യം ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്ന് കുറെ ചോദ്യങ്ങൾ വീഡിയോൻ്റെ അകത്തില്ല, അതിനൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവരേക്ക് ബൈ ബൈ. ബൈ.